Hi friends, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോണ കാര്യം എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ UPSC പ്രിപ്പറേഷനിലും KS പ്രിപ്പറേഷനിലും ജോഗ്രഫിയുടെ റോൾ എന്താണ്, ജോഗ്രഫി പഠിക്കേണ്ട മെറ്റീരിയൽ ഏതൊക്കെയാണ്, എല്ലാ സബ്ജക്റ്റും എല്ലാ സ്റ്റാറ്റിക് പോർഷൻ ആയിട്ടുള്ള സബ്ജക്റ്റ് അതിപ്പോൾ ഹിസ്റ്ററി ആയാലും ജോഗ്രഫി ആയാലും എക്കണോമിക്സ് ആയാലും എൻവയൺമെൻറ്റ് ആയാലും നമുക്ക് പഠിക്കാനുള്ള ഒരു പ്രിസ്ക്രൈബ്ഡ് ബുക്ക് ലിസ്റ്റ് ഉണ്ട്, ഒരു പ്രിസ്ക്രൈബ്ഡ് മെറ്റീരിയൽ ഉണ്ട്. ജോഗ്രഫി പഠിക്കാൻ വേണ്ടി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് സിവിൽ സർവീസ് കാൻഡിഡേറ്റ്സ് അല്ലെങ്കിൽ സിവിൽ സർവീസ് അസ്പയറൻസ് അതേപോലെ തന്നെ KS അസ്പയറൻസ് റെഫർ ചെയ്യുന്ന ഒരു ബുക്കാണ് GC ലിയോങ്ങിൻ്റെ സർട്ടിഫിക്കറ്റ് ഫിസിക്കൽ ആൻഡ് ഹ്യൂമൻ ജോഗ്രഫി. ഇന്നത്തെ ഈ വീഡിയോയിൽ ഈ ഒരു ബുക്കിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എന്തുകൊണ്ടാണ് ഈ ബുക്ക് നമ്മൾ പഠിക്കേണ്ട ആവശ്യമുള്ളത്, ഈ ഒരു ബുക്ക് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എത്രത്തോളം പോർഷൻ നമ്മുടെ KSൻ്റെ സിലബസിൽ നിന്നും UPSCൻ്റെ സിലബസും നമുക്കത് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും. അങ്ങനെ ചില കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ വിതൗട്ട് ഫർദർ അഡു ലെറ്റ്സ് ബിഗിൻ ദാറ്റ്. ഗോ ചിങ് ലിയോങ് സർട്ടിഫിക്കറ്റ് ഫിസിക്കൽ ആൻഡ് ഹ്യൂമൻ ജോഗ്രഫി. എത്രത്തോളം ഈ ബുക്ക് നമുക്ക് UPSC സിവിൽ സർവീസ് എക്സാമിലും KSലും ബെനിഫിഷ്യലാണ്. ജോഗ്രഫിയുടെ ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ സ്റ്റഡി ഓഫ് എർത്ത് ആണ്. പക്ഷേ അതിന് പല ക്ലാസിഫിക്കേഷൻ ഉണ്ട്. എസെൻഷ്യലി ഫിസിക്കൽ ജോഗ്രഫി ആൻഡ് ഹ്യൂമൻ ജോഗ്രഫി എന്ന് നമുക്കതിനെ ക്ലാസിഫൈ ചെയ്യാം. ഹ്യൂമൻ ജോഗ്രഫിയിൽ സബ് സെക്ഷനിൽ എക്കണോമിക് ജോഗ്രഫി ആൻഡ് സോഷ്യൽ ജോഗ്രഫി. ഹ്യൂമൻ ജോഗ്രഫിയുടെ ഡെഫിനിഷൻ എന്താണ്? The branch of geography dealing with how human activity affects or is influenced by the Earth's surface. Physical geography definition, the branch of geography dealing with natural feature. Natural feature എന്ന് പറയുമ്പോൾ ഈ എർത്തിലുള്ള നാച്ചുറൽ ആയിട്ടുള്ള കുറേ ഫീച്ചേഴ്സ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ മൗണ്ടൻസ് ഉണ്ട്, ലേക്സ് ഉണ്ട്, ഓഷ്യൻസ് ഉണ്ട്. അതിൻ്റെ സ്റ്റഡീനെയാണ് നമ്മൾ ഫിസിക്കൽ ജോഗ്രഫി എന്ന് പറയുന്നത്. ഹ്യൂമൻ ജോഗ്രഫി എന്ന് പറഞ്ഞാൽ ഹ്യൂമൻ പോപ്പുലേഷൻ്റെ ഇൻറ്ററാക്ഷൻ വിത്ത് ദിസ് ഫിസിക്കൽ ജോഗ്രഫി, അതാണ് ഹ്യൂമൻ ജോഗ്രഫി. ഈ ഒരു പെർട്ടിക്കുലർ ബുക്കിൽ ഫിസിക്കൽ ജോഗ്രഫി ഓഫ് വേൾഡിനെ കുറിച്ച് മാത്രമുള്ളൂ. ഫിസിക്കൽ ജോഗ്രഫി ഓഫ് ഇന്ത്യ ഈസ് ആബ്സെൻസ്. അതുപോലെ തന്നെ ഹ്യൂമൻ ജോഗ്രഫി സോഷ്യൽ മാത്രം ഉള്ളൂ. ഹ്യൂമൻ ജോഗ്രഫി ഇക്കണോമിക്കൽ ഇല്ലെങ്കിൽ എക്കണോമിക് ഹ്യൂമൻ ജോഗ്രഫി ഈസ് ആബ്സെൻറ്റ്. ആ രണ്ട് ടോപ്പിക്ക് നമുക്ക് പഠിക്കാൻ we have to refer NCERTs. Regarding this, I'll be making a video discussing about human geography, economic and Indian geography. As I earlier mentioned, geography ne namakku moonu classification അല്ലെങ്കിൽ മൂന്ന് കാറ്റഗറിയിൽ നമുക്കതിനെ ഡിഫൈൻ ചെയ്യാം. ഫിസിക്കൽ ജോഗ്രഫി, ഹ്യൂമൻ ജോഗ്രഫി ആൻഡ് ഇക്കണോമിക് ജോഗ്രഫി. ഫിസിക്കൽ ജോഗ്രഫി ഐ മെൻഷൻഡ് earlier, ഹ്യൂമൻ ജോഗ്രഫി സോഷ്യൽ. ഇതിനകത്ത് ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്സ് എന്ന് പറഞ്ഞാൽ ഡെമോഗ്രാഫിക്സ്, പവർട്ടി, ഹങ്കർ, ലിറ്ററസി റേറ്റ്സ്, അൺഎംപ്ലോയ്മെൻറ്റ്, ഇങ്ങനത്തെ ചില ടോപ്പിക്സ് ആണ് ഫ്രം എ ജോഗ്രഫി പെർസ്പെക്റ്റീവ്. ഓക്കെ. അതേപോലെ തന്നെ ഇക്കണോമിക് ജോഗ്രഫിയിൽ നമുക്ക് പ്രൈമറി ആക്ടിവിറ്റി, എക്കണോമിക് ആയിട്ടുള്ള ആക്ടിവിറ്റി ഫ്രം എ വെരി ജോഗ്രഫിക്കൽ പെർസ്പെക്റ്റീവ്, അതിനെയാണ് നമ്മൾ ഇക്കണോമിക് ജോഗ്രഫി എന്ന് പറയുന്നത്. GC ലിയോങ്ങിൽ ഇക്കണോമിക് ജോഗ്രഫി ഈസ് ആബ്സെൻറ്റ്. ഹ്യൂമൻ ജോഗ്രഫി സോഷ്യൽ is being discussed, physical geography of world is being discussed in this book. നാച്ചുറലി നമുക്കിനി ഡിസ്കസ് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് പറഞ്ഞാൽ UPSC സിവിൽ സർവീസ് എക്സാമിൻ്റെ ജോഗ്രഫി സിലബസ് എന്താണ്, അതേപോലെ തന്നെ KSൻ്റെ സിലബസ് എന്താണ് ജോഗ്രഫിയിൽ. ആ സിലബസിൽ എത്രത്തോളം പോർഷൻ നമുക്ക് GC ലിയോങ്ങിൽ നിന്ന് കവർ ചെയ്യാൻ പറ്റും. ഈ ഒരു നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന ഈ ഒരു സ്ലൈഡിൽ റെഡ് ഇങ്കും കൊണ്ട് മാർക്ക് ചെയ്തേക്കുന്ന പോർഷൻസ് നമുക്ക് ഡയറക്റ്റ് GC ലിയോങ് ബുക്കിൽ വളരെ സിമ്പിളായിട്ട്, വളരെ ലൂസിഡായിട്ട്, വളരെ എളുപ്പമായിട്ട് നമുക്ക് പഠിക്കാൻ പറ്റും. വേൾഡ്സ് ഫിസിക്കൽ ജോഗ്രഫി. അതേപോലെ തന്നെ ഈ സെക്കൻഡ് ടോപ്പിക് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് കീ നാച്ചുറൽ റിസോഴ്സസ് എന്നൊക്കെ പറഞ്ഞാൽ നാച്ചുറൽ റിസോഴ്സസ് നമ്മുടെ ടിൻ, മൈക്ക, ഗോൾഡ്, കോൾ, അങ്ങനത്തെ നാച്ചുറൽ റിസോഴ്സസ്. ഈ അഗൈൻ ഐ മെൻഷൻ അതൊരു എക്കണോമിക് ആസ്പെക്റ്റ് ആണ്. ദാറ്റ് ഈസ് നോട്ട് മെൻഷൻഡ് ഇൻ GC ലിയോങ്. തേർഡ് ടോപ്പിക് ജിയോ ഫിസിക്കൽ ഫിനോമിനൻ ഉണ്ട്. എർത്ത് ക്വേക്ക് എങ്ങനെയാണ് ഉണ്ടാകുന്നത്, സുനാമി, വോട്ട് ആർ സുനാമീസ്, എന്താണ് വോൾക്കാനിക് ആക്ടിവിറ്റീസ്, എങ്ങനെയാണ് സൈക്ലോൺസ് ജനറേറ്റ് ആകുന്നത്, ഇതെല്ലാം GC ലിയോങ്ങിൽ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ജോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് ആൻഡ് ദിയർ ലൊക്കേഷൻ, ചേഞ്ചസ് ഇൻ ക്രിട്ടിക്കൽ ജോഗ്രഫിക്കൽ ഫീച്ചേഴ്സ്, വാട്ടർ ബോഡീസിനെ കുറിച്ചും ഫ്ലോറ, ഫോന, വെജിറ്റേഷനും വൈൽഡ് ലൈഫിനെ കുറിച്ചൊക്കെ വേൾഡ് വെജിറ്റേഷൻ ആൻഡ് വൈൽഡ് ലൈഫ് മെൻഷൻ ചെയ്തിട്ടുണ്ട്.
സി പ്രിലിംസിലും ഓൾമോസ്റ്റ് ഇതേ ഒരു ടോപ്പിക്കാണ് ഇന്ത്യൻ ആൻഡ് വേൾഡ് ജോഗ്രഫി. അതിനകത്ത് നിന്ന് വേൾഡ് ജോഗ്രഫി ആസ്പെക്ട് നമുക്ക് ഈ ബുക്കിൽ നിന്ന് കവർ ചെയ്യാം. KASൻ്റെ സിലബസ് ഞാൻ പ്രിലിംസും മെയിൻസും രണ്ടും കൂടെ ഓൾമോസ്റ്റ് ഒരു മിക്സപ്പ് ചെയ്തിട്ടാണ് ഇവിടെ നിങ്ങളുടെ മുമ്പിൽ ഇത് എഴുതിയേക്കുന്നത്. ജനറൽ ജോഗ്രഫി, atmosphere, ocean, physical geography, geophysical phenomenon like earthquake, tsunami, volcanoes. So as you can see, over 90%, even more than 90% syllabus is directly covered from GC Leong books. See, നമ്മൾ ഇതിനകത്ത് ഒഴിവാക്കിയ പോർഷൻ എന്ന് പറഞ്ഞാൽ കേരള ജോഗ്രഫി, അതേപോലെ തന്നെ എക്കണോമിക് ജോഗ്രഫിയാണ്. സോ ദിസ് പെർട്ടിക്കുലർ ബുക്ക് ഈസ് യൂസ്ഫുൾ not only for our UPSC examination, but it is very much useful for our KS preparation. ഈ ബുക്സിൻ്റെ കണ്ടൻ്റ് ആണ്, ആസ് യു ക്യാൻ സി, ഈ ബുക്കിൻ്റെ ആദ്യത്തെ കണ്ടൻ്റ് ആണ്. ഞാനത് ഈ കണ്ടൻറ്റ് ഉൾപ്പെടുത്താനുള്ള കാരണം എന്താണെന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ് നിങ്ങൾ കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാകും. എർത്ത് ആൻഡ് ദ യൂണിവേഴ്സ്, എർത്ത്സ് ക്രസ്റ്റ്. ഞാൻ ഈ ബ്ലൂ ഇങ്കിൽ ബ്ലൂ പോർഷനിൽ എഴുതിയേക്കുന്നത് ആ ഒരു പോർഷൻ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ ഒരു ബുക്കിൽ നമ്മൾ റഫ്ലി ഇങ്ങനെ അതിനെ ട്രാൻസ്ലേറ്റ് ചെയ്യാം. എർത്തിനെ കുറിച്ച്, യൂണിവേഴ്സ് എന്നുള്ളൊരു കോൺസെപ്റ്റിൽ എർത്തിൻ്റെ ഒരു റോൾ എന്താണ്. നൗ കമ്മിങ് ടു സെക്കൻഡ് ടോപ്പിക്, ഓൺലി എർത്ത്, ആസ് ഇൻ എർത്തിൽ ഉള്ള മേജർ മൂവ്മെൻറ്റ്സും എർത്തിൻ്റെ മേജറായിട്ടുള്ള പ്രോസസ്സസ് എന്തൊക്കെയാണ്. അടുത്തത് മൂവ്മെൻറ്റ്സ് ആൻഡ് ഇറ്റ്സ് ഫീച്ചേഴ്സ് ആണ്. പിന്നെ ലാൻഡ് ഫോംസ് ഉണ്ട്, ഓഷ്യൻസ്, ലേക്സ്, വെതർ ആൻഡ് ക്ലൈമറ്റ്. ഇത്രയും ടോപ്പിക്സ് ഈ കണ്ടൻറ്റിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ എഗെയിൻ ഇതിനകത്തുനിന്ന് KASലും UPSCയിലും നമുക്ക് എത്ര കാര്യങ്ങളുണ്ട്. ദിസ് അഗെയിൻ ഐ ഹാവ് മെൻഷൻ ദ സെയിം തിങ് വിച്ച് വി ഡിസ്കസ്ഡ്. അപ്പോൾ നിങ്ങൾക്കൊരു കമ്പാരിസൺ നടത്താം. ഈ കണ്ടൻറ്റിൽ കൊടുത്തേക്കണ കാര്യങ്ങളും ഈ സിലബസിലും കൊടുത്തേക്കണ കാര്യങ്ങളും ഒരു കമ്പാരിറ്റീവ് അനാലിസിസ് നടത്തിയിട്ട് നിങ്ങൾക്ക് യു ക്യാൻ സ്റ്റാർട്ട് യുവർ പ്രിപ്പറേഷൻ. അടുത്ത GC ലോങ്ങിൻ്റെ അടുത്ത ഒരു സെക്ഷൻ ഓഫ് ടോക്ക് കണ്ടൻറ്റിൽ ഈ ഒരു വേൾഡ് ക്ലൈമാറ്റിക് ടൈപ്സിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇതിനകത്ത് എസെൻഷ്യലി എന്താ നടക്കണമെന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ കണക്ഷൻ ബിറ്റ്വീൻ ക്ലൈമറ്റ് ആൻഡ് വെജിറ്റേഷൻ. ലോകത്തിൽ നമ്മുടെ ഹ്യൂമൻ ഇൻറ്ററാക്ഷൻ, അതുകൂടാതെ ക്ലൈമറ്റും തമ്മിലുള്ള ഒരു റിലേഷൻ എന്താണ്, അത് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പല ജോഗ്രഫിക്കൽ റീജിയൻസിൻ്റെ ക്ലൈമാറ്റിക് റീജിയൻ, ആ ക്ലൈമാറ്റിക് റീജിയൻ കാരണം അവരുടെ വെജിറ്റേഷൻ എങ്ങനെയാണ്, അങ്ങനെ ചില ഒരു കണക്ഷൻസ് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് സെക്കൻഡ് ആസ്പെക്റ്റ്, ഇതിൻ്റെ ഈ ബുക്കിൻ്റെ സെക്കൻഡ് ടോപ്പിക്, നമ്മൾ നേരത്തെ ഫസ്റ്റ് ഒരു പാർട്ടാണ് ഡിസ്കസ് ചെയ്തത്, സെക്കൻഡ് പാർട്ടിൽ ഈ കാര്യങ്ങളാണ്. സോ വിച്ച് ഈസ് വെരി മച്ച് ബെനിഫിഷ്യൽ ഫോർ ജോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് ആൻഡ് ദെയർ ലൊക്കേഷൻ. സോ എഗെയിൻ നമ്മുടെ മോറൽ ഓഫ് ദ സ്റ്റോറി എന്ന് പറഞ്ഞാൽ ഹൗ ദിസ് പർട്ടിക്കുലർ ബുക്സ് ക്യാൻ ബി എഫക്റ്റീവ്ലി യൂസ്ഡ് ഫോർ ദ പ്രിപ്പറേഷൻ ഓഫ് ജോഗ്രഫി ഇൻ KS ആൻഡ് UPSC.